നമുക്കിത് കാസർഗോഡാട്ടെ ഷോ. വണ്ടി ഞാൻ തലശ്ശേരി വെച്ചിട്ടാണ് വന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ. ടിക്കറ്റ് കൗണ്ടറൊക്കെ നല്ല തിരക്കാട്ടാ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ. അങ്ങനെ ട്രെയിൻ വന്ന് കീബോർഡൊക്കെ ഇത് സേഫാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ. ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടി കിട്ടാ. ഇല്ലെങ്കിൽ തലശ്ശേരി വരെ നിൽക്കേണ്ടി വന്നേനെ. പക്ഷെ ഓരോ സ്റ്റേഷൻ കഴിയുന്നതോടെ തിരക്ക് കൂടി വരായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ല ജിമ്മിൽ പോയതുകൊണ്ട് തന്നെ കുറേ നേരം ഇരിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ട് പിന്നെയുള്ള യാത്ര നിന്നായി. ബിലാലിത തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെച്ചി അകത്ത് കയറി. അതെ ഓക്കെ ബിലാൽ, അപ്പൊ നമുക്ക് കാസർഗോഡ് കാണാം. ഓക്കെ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ വണ്ടി എടുക്കാൻ വന്നേ. ഇന്ന് നമ്മളോട് ഷംജിത്ത് ഉണ്ട് കേട്ടോ. ആള് നല്ല തമിഴ്സാണ്. അങ്ങനെ നമ്മൾ പയ്യന്നൂർ എത്താറായപ്പോഴാട്ടോ ഫുഡ് കഴിക്കാൻ കയറിയേ. വിളിച്ചടക്കാം. ഇന്ന് കത്തണം. കത്തിച്ചേക്കാം. കാസർഗോഡ് വന്ന് ഇവരൊക്കെ പിന്നെ ഫ്രണ്ട്സ് ആണ്ടാ. How is the keyboard bro? Nice അല്ലേ? ഇന്നലെ പൊളിച്ചടക്കില്ല. ഫീല് വേറെ അല്ലേ? അത് മതി. പക്ഷെ നീ വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഗ്യാപ്പ് കിട്ടിയിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ഫുഡ് കഴിച്ച്. കാസർഗോഡ് സെറ്റപ്പ് ഒക്കെ ഇങ്ങനെയാട്ടാ. ഞാൻ കൂടുതൽ ഹോളിനേക്കാളും കൂടുതൽ ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു പരിപാടികളാണ്. ഇവര് വീട്ടിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ഇതേപോലെ സൈഡിൽ ഏതെങ്കിലും ഒരു സ്പേസ് എടുത്തിട്ട് ഇവരവിടെ തന്നെ സെറ്റപ്പ് ചെയ്യും. മുത്തുമണി പവർ Heavy as the head, it's a blessing on the
അങ്ങനെ നമുക്ക് റൂം എടുത്ത് തരാൻ ഷാക്കി. പരിപാടി ഉണ്ടേ പൊളിച്ചില്ലേ? ഹാപ്പിയാണ്. നീ പൊളിച്ചെനിക്കറിയാം. ഹാപ്പിയല്ലേ? പൊളിമൂട്. സീനത്ത് എന്ത് പറഞ്ഞടാ? സീനത്തെ ഫസ്റ്റ് പറഞ്ഞു എടാ ഒരു ഹലാസനാലെ ഇതൊരു കീപാടം വെച്ചിട്ട് എന്താക്കുന്ന എനക്കൊന്നും അറിയുന്നില്ലേ. കുറച്ച് എന്നോട് പറഞ്ഞു ഓന്റെ എന്തെല്ലേ വരുന്നുണ്ട്. മമ്പുറ്റാംസ പാടിയത് എനിക്ക് ഭയങ്കര നമ്മൾ പുതിയ കീബോർഡൊക്കെ ആയിട്ട് ഇറങ്ങും. ചെക്കൻ ബാക്കിലുണ്ട്. അതെ നേരം പൊളിച്ച് അടിപൊളി. ഷംജു വേറെ മാരി ഗൈസ്, വേറെ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ചായ സമയം 11:20. കല്യാണ വീട്ടിൽ ഫുഡ് കിട്ടിയില്ല. ഫുഡ് കിട്ടിയില്ലേ? ദേശത്തിൽ ദേഷ്യപ്പെട്ടൊക്കെയാണ് നടന്ന് ഫുഡ് കഴിക്കാണ്ട്. അങ്ങനെ തട്ടടിക്കുകയാണ് ഷാക്കിമാൻ. കട്ടടിക്കുകയാണ് മറ്റവർ. അങ്ങനെ ചെസ് നമ്പർ 2 വേണ്ടി നമ്മൾ കാതോർത്ത് വാസിന്റെ കഥ അറിയോ? ട്രെയിനെടുത്ത് മാപ്പ് നോക്കണ്ട്. കോട്ടയത്ത് നിലമ്പൂർ ട്രെയിൻ പറഞ്ഞ് കയറിയതാണ്. കോട്ടയം തിരിച്ചെത്തി ഉച്ചക്ക്. എന്നിട്ടില്ലേ പെട്ടെന്ന് ട്രെയിൻ കയറിയതാണ്. ഇല്ലാതെ എന്നിട്ടില്ലേ തിരിച്ചു വിളിച്ചത് 3 മണിക്ക് വൈകിട്ട്. ഇപ്പൊ വൈകിട്ട് ഞാനെത്തിയത് 5 പൊന്നോ. വന്നത് അതാർന്ന അവസ്ഥ. കോക്ടെയിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് അടുത്തത് വന്നു. അപ്പോൾ ഓർമ്മ വന്നു വീഡിയോ എടുത്തില്ല എന്നുള്ളത്. ഷംജിത്ത് ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിക്കുകയാണ്. ഇവിടെ തൂത്ത് കുറച്ച് ഷാക്കിമാൻ. പരിപാടി കഴിഞ്ഞ റൂമിലേക്ക് പോയിട്ടാ മതി. അല്ല ഇത് ഞാൻ പൈസ കൊടുക്കണ്ടേ? അണിപാളി. അത് മറന്നുപോയടാ. ഷാക്കി എത്ര നാളെടുത്ത് ഇങ്ങനെ തടി ഇങ്ങനെ ആക്കാൻ? എല്ലാം പെട്ടെന്ന് കുറച്ച് എന്നിട്ട് വാസോട് ഇറങ്ങിയെന്നറിയോ? മംഗലാപുരത്ത് പിന്നെ തുമ്മി വെച്ച് ഇത് കേക്കടാ. ഇതല്ലേ അങ്ങനെ വീണ്ടും അടുത്തത് കാളൻ വന്നു, തോരൻ വന്നു, അവിൻമിൽക്കും വന്നു. ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതെ കഴിക്കട്ടെ. വീണ്ടും വീണ്ടും സലീൽ. രാവിലെ സലീൽ, വൈകിട്ട് സലീൽ. ഉച്ചക്ക് ഞങ്ങൾക്കില്ല സലീൽ. ഇതാ അത്തൂക്ക ഓൺ ദി ഫ്ലോർ. എന്ത് പറ്റി? ഒരു മണിക്ക് കണ്ണൂർ കോക്ടെയിൽ കുടിക്കുന്നത് അതിലെത്തു. കാസർഗോഡ് നിന്നും കണ്ണൂർ കോക്ടെയിൽ. അതെ അതെ അതെ. ഇതാ കാസർഗോഡ് ഖാദർ ബൈ പീറ്റർ. ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാം എന്നെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ കയറുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ മാറ്റാതെ ഫുഡ്സ് കട തുടങ്ങാൻ പോവുകയാണ് ചെല്ലി എന്ത് അതൊക്കെ ബൈ അസ്സലാമു അലൈക്കും അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് റൂമിലെത്തിയിട്ടാ. ഇനിയിപ്പോൾ നാളെ ഇവിടെ തന്നെയാണ് ഷോ. അപ്പം ശരി, നാളെ കാണാം. ബൈ.